ഈ വർഷം മേടം 1-ാം തീയതി വരുന്നത് തിങ്കളാഴ്ചയാണ്. അന്ന് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രത്തിൻ്റെ ചിഹ്നം, അതായത് ചോതി നക്ഷത്രത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് തേനീച്ചക്കൂട് പോലെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വർഷം തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും വിഷുക്കണി വെക്കുന്നതായിരിക്കും. തീർച്ചയായും വിഷുക്കണിയിൽ നിങ്ങൾ കൈതച്ചക്ക ഉൾപ്പെടുത്താൻ മറക്കരുത്. കാരണം കൈതച്ചക്കയുടെ രൂപം എന്ന് പറയുന്നത് തേനീച്ചക്കൂടിൻ്റെ ഒരു ഇതാണ്, അതിൻ്റെ പുറത്തുള്ള ആ മുള്ളുകൾ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അത് മാത്രവുമല്ല, അന്നത്തെ ദിവസം ആർക്കും നിങ്ങൾ കടം കൊടുക്കാനോ ആരുടെ കയ്യിൽ നിന്നും ഒന്നും കടം വാങ്ങാനോ പാടില്ല. അതുമാത്രവുമല്ല, അന്നത്തെ ദിവസം മഞ്ഞ പിങ്ക് കോമ്പിനേഷനിലുള്ള ഡ്രസ്സ് ധരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ട് കുളിച്ചതിന് ശേഷം ഈ ഒരു ഡ്രസ്സ് ധരിക്കാവുന്നതാണ്. അതുമാത്രവുമല്ല, അന്ന് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം സൂര്യഭഗവാനെ ആരാധന ചെയ്യാൻ വളരെ നല്ല നക്ഷത്രമാണ്. കാരണം രാഹുവിൻ്റെ നക്ഷത്രമാണ് ചോതി എന്ന് പറയുന്നത്. 5 ഇതളുള്ള ചെമ്പരത്തി പൂക്കൾ കൊണ്ടോ, അതുമല്ല എന്നുണ്ടെങ്കിൽ ചുമന്ന കളറിലെ പൂക്കൾ കൊണ്ടോ ചോതി നക്ഷത്ര ദിവസമായ തിങ്കളാഴ്ച സൂര്യഭഗവാനെ അർച്ചന ചെയ്യുന്നത് ആ ഒരു വർഷം മുഴുവൻ സർവ്വ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാക്കിത്തരും. പഞ്ചാമൃതമാണ് അന്ന് നിവേദ്യമായിട്ട് വെക്കേണ്ടത്. അതുമാത്രവുമല്ല, അന്നത്തെ ദിവസം വിഷുക്കണിയിൽ തീർച്ചയായും നിങ്ങൾ മഞ്ഞൾ, കുങ്കുമം, പൈസ, സ്വർണം, വെള്ളി ഇവയൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇവയൊക്കെ കണ്ണാടിക്ക് മുമ്പിൽ വേണം വെക്കാം. അതുമാത്രവുമല്ല, അരി, പച്ചരി പോലുള്ള ധാന്യവർഗ്ഗങ്ങളും കുമിച്ച് തന്നെ നമ്മൾ അന്നത്തെ ദിവസം വെക്കുന്നത് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ ആ ഒരു വർഷം അടുത്ത വിഷു വരെ നമുക്കുണ്ടാവുന്നതാണ്.